അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2024 രണ്ടാം ക്ലാസ്സിൽ നടന്ന കഴിഞ്ഞ വർഷം രണ്ടാം ക്ലാസ്സിൽ നടന്ന ഖുർആൻ ഹിഫ്ള് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായിട്ട് സൂറത്തുൽ ഇൻശിഖാഖിൽ നിന്നുള്ള ആയത്തുകൾ നോക്കി ഓതാനാണ്. അപ്പോൾ രണ്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഏത് സൂറത്തിൽ നിന്നും നോക്കി ഓതാൻ വന്നേക്കാം. ഇനി അതിനുശേഷം നോക്കി കുറച്ച് വാക്യങ്ങൾ വായിക്കാനുള്ള ആ വാക്കുകൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. മഖ്റജുൽ ഹാ, ഒന്നാമത്തെ വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് ഹാഇൻ്റെ മഖ്റജ് ശ്രദ്ധിച്ചിട്ടാണ് വായിക്കേണ്ടത്. യുഹാസബു ഹിസാബൻ യഹൂറു, അങ്ങനെ ഓരോന്നും മഖ്റജ് ശ്രദ്ധിച്ചുകൊണ്ട്. രണ്ടാമത്തെ പറഞ്ഞത് മഖ്റജുൽ ഫാഇൻ്റെ മഖ്റജ് ഫസൗഫ, ഫാ പറയുന്നത് ക്ലിയർ ആണോന്നോ അവിടെ ശ്രദ്ധിക്കുക. മൂന്നാമത്തത് മഖ്റജുൽ ഖാഫ് ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക. വയൻഖലിബു, അവിടെ ഖാഫിൻ്റെ ഉച്ചാരണം ശരിയാണോ എന്നാണ് അവിടെ നോക്കുന്നത്. അടുത്ത ഉന്നത്തിൽ മീമു വന്നൂന്, നൂനിനെയും മീമിനെയും ഉന്നത്ത് ചെയ്ത് ഓതുന്നുണ്ടാവുന്നവ. അമ്മ ഇന്നഹു ലൊന്ന, അമ്മ ഇന്നഹു ലൊന്ന, ഇങ്ങനെ മീമിനെയും നൂനിനെയൊക്കെ ഉന്നത്ത് ചെയ്തിട്ട് ഓതുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. പിന്നെ അടുത്തത് അൽ മദ്, ഇവിടെ നീട്ടി ഓതുന്നുണ്ടോ. ഇലാ അഹ്ലിഹി വറാ ബലാ, അപ്പോൾ ആ ചിഹ്നങ്ങൾ വന്നാൽ നീട്ടി ഓതണം എന്നവിടെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ രണ്ടാം ക്ലാസ്സിൽ. അപ്പോൾ അത് കുട്ടികൾ ശ്രദ്ധിക്കുന്നുള്ളതാണ്. അടുത്ത ആറാമത്തെ മഖ്റജ് ലോഇൻ്റെ മഖ്റജാണ്. ലോ ഉച്ചരിക്കും ലൊഹിരിഹി ലൊന്ന എന്നൊക്കെ പറയുന്ന സമയത്ത് ലോഇൻ്റെ മഖ്റജ് റെഡിയാണോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. അടുത്ത മഖ്റജ് സ്വാദ് വയസ്ല ബസീറ, ഇവിടെ സ്വാദിൻ്റെ മഖ്റജ് ക്ലിയർ ആണോ എന്ന്. അടുത്ത മദ് ഹാ ഉൽ അമീർ, ഹാ ഉൽ അമീറിനെ നീട്ടി ഓതുന്നുണ്ടോ. ഹാ ഉൽ അമീർ കിതാബഹു എന്ന് കാണുന്ന അവസാനത്തെ ഹാ, അതുപോലെ ലൊഹിരിഹി എന്നുള്ളിടത്ത് ഇന്നഹു എന്നുള്ള ഇവിടേക്കുള്ള ഹാ ഉൽ അമീറിനെ നീട്ടി ഓതുന്നു. ഇന്നഹു കാന അവിടെ, അതുപോലെ ഇന്നഹു ലൊന്ന ബിഹി ബസീറ, ഇവിടേക്കുള്ള ഹാ ഉൽ അമീറിനെ നീട്ടി ഓതുന്നുണ്ടോ എന്നതാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. അടുത്ത് നുത്തുക്കുൽ ഹംസത്ത്, ഹംസൻ്റെ ഉച്ചാരണം. ഇലാ അഹ്ലിഹി ഫി അഹ്ലിഹി ബലാ ഇന്നഹു, ഹംസ അതിൻ്റെ മഖറജിൽ നിന്ന് ഹംസയുടെ ഉച്ചാരണം ശരിയാണോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. അടുത്തത് മഖ്റജുൽ ഐന്, ഐനിൻ്റെ മഖ്റജ് ക്ലിയർ ആണോ എന്നുള്ള. പത്താമത്തത് യദ്ഉ സഈറൻ, അവിടെയൊക്കെ ഐനിൻ്റെ ഉച്ചാരണം ക്ലിയർ ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. മഖാരിജുൽ ഹുറൂഫ്, തജ്വീദ് നിയമങ്ങൾ എന്നിവയും നല്ല ശൈലിയും പിന്നെ ഓതാനുള്ള കഴിവും പരിഗണിച്ചാണ് മാർക്ക് നൽകേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഈ കൊടുത്ത വാക്യങ്ങളിൽ അതിൻ്റെ തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട് ഓരോ വാക്കിലും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന്. അതൊക്കെ ആ അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ കുട്ടികൾ ഉച്ചരിക്കുന്നുണ്ടോ എന്നതാണ് അവിടെ പ്രധാനമായിട്ടും നോക്കുന്നത്. ഇനി ഹിഫ്ളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഹിഫ്ള് നമ്മളെ തജ്വീദുൽ ഖുർആൻ്റെ രണ്ടാം ഭാഗം ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കാണാതെ പഠിക്കാനുള്ള ഭാഗങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇന്ന അഅ്തൈനാക്കൽ കൗസർ, ആ സൂറത്ത് ഓതാനാണ് ഒന്നാമത്തേതായിട്ടുള്ള ചോദ്യം. രണ്ടാമത്തെ അലം തറ കൈഫ ഫഅല റബ്ബുക ബിൽ ഫീൽ എന്നുള്ള ആ സൂറത്ത്, അതാണ് ഹിഫ്ളിൽ ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതാനാണ്. നാലാമത്തെ ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്നുള്ള ആ സൂറത്ത് ഓതുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ഒബറക്കാത്തു വരന്തിയ, അത്തഹിയാത്ത് കാണാതെ ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത്. ഇതൊക്കെ നമ്മളെ തജ്വീദുൽ ഖുർആൻ്റെ ബാക്ക് സൈഡിലുണ്ട്. എന്തൊക്കെയാണ് കാണാതെ പഠിക്കേണ്ടത്, നിസ്കാരത്തിലെ ദിക്റുകളുണ്ട്, സൂറത്തുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഈ രൂപത്തിലാണ് 2024 ക്വസ്റ്റ്യനുകൾ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ, നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.